മലയാളികളുടെ വീടുകളിൽ ഒരു അംഗത്തെ പോലെ പരിഗണിക്കപ്പെടുന്ന ഒരു ഗായകനാണ് എം.ജി. ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും ശരാശരി മലയാളികളുടെ ജീവിതത്തിലല്ല എന്ന് നമുക്കറിയാലോ. എന്നാൽ സ്നേഹവും ആരാധനയും ഒരുപോലെ അനുഭവിക്കുന്ന ഈ ഒരു കലാകാരൻ ഇന്ന് വലിയൊരു വിവാദത്തിന്റെ നിഴലിലാണ്. എം.ജി. രാധാകൃഷ്ണൻ എന്ന സംഗീത ഇതിഹാസത്തിന്റെ ഒരു അനുജനായിട്ടാണ് അദ്ദേഹം വന്നതെങ്കിലും ശ്രീകുമാർ എന്ന ഗായകൻ വളർന്നത് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് ജീവിതം തുടങ്ങിയ അദ്ദേഹം തന്റെ പാഷന് വേണ്ടിയിട്ട് ആ ഒരു സുരക്ഷിതത്വം ഉപേക്ഷിച്ചു. കെ.ജെ. യേശുദാസ് എന്ന അതിഗായകൻ നിൽക്കുന്ന കാലത്ത് മറ്റൊരു ശബ്ദത്തിന് ഇടം കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ എം.ജി. ചേർന്നതോടെ മലയാള സിനിമയുടെ സംഗീത ചരിത്രം അങ്ങ് മാറി. ലാലേട്ടൻ സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ ഭാവത്തിനും അനുസരിച്ച് ശബ്ദം നൽകാൻ എം.ജിക്ക് കഴിഞ്ഞു. പാട്ടുകാരൻ എന്നതിലുപരി ഒരു മികച്ച പെർഫോമർ കൂടിയാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചും കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ സംവിധായകനായിട്ടുള്ള ശാന്തിവിള ദിനേശ് ഉന്നയിച്ച ആരോപണം വെറും ഒരു സാമ്പത്തിക തർക്കമല്ല കേട്ടോ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു കലാകാരന്റെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സംഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു ക്രിസ്മസ് പരിപാടിക്കിടെ നിശ്ചയിച്ച പ്രതിഫലത്തെക്കാൾ കൂടുതൽ പണം ചോദിച്ച് വാശി പിടിക്കുകയും അത് കിട്ടാതായപ്പോൾ അഡ്വാൻസ് പോലും തിരിച്ചു നൽകാതെ പാടാതെ പോയി എന്നുമായിരുന്നു ആരോപണം. ഇതിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് പാവപ്പെട്ട വിശ്വാസികൾ ടിക്കറ്റും വിറ്റ് ഫണ്ട് സ്വരൂപിച്ചുണ്ടാക്കിയ പണത്തോടാണ് ഈ ഒരു നിലപാടെടുത്തത് എന്നതാണ്. ഒരു ഗായകൻ ഇങ്ങനെ ചെയ്യാമോ എന്ന് സംഘാടകനായ ഒരു അച്ഛന്റെ ചോദ്യം ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. റിയാലിറ്റി ഷോകളിലൂടെ പ്രത്യേകിച്ച് ടോപ്പ് സിംഗറിലൂടെ അദ്ദേഹം നേടിയെടുത്ത ആ ഒരു ജനപ്രീതി വളരെ വലുതാണ്. കൊച്ചുകുട്ടികളോട് അദ്ദേഹം കാണിക്കുന്ന ആ വാത്സല്യവും അവർക്ക് നൽകുന്ന കൗണ്ടറുകളും പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഷോയിൽ ഇല്ലാത്തപ്പോൾ ആരാധകർക്ക് അനുഭവപ്പെടുന്ന ഒരു ശൂന്യത അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്ക് ഒരു തെളിവാണ്. ഇനി തിരിച്ചുവരവുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അവർ ഒഴിവാക്കിയതാണ് വിളിച്ചാൽ ഉറപ്പായി പോകുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലൊരു കലാകാരന്റെ വിനയവും കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും നാട്ടുകാരുടെ വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. എം.ജി. ശ്രീകുമാറിന്റെ ചില പെരുമാറ്റങ്ങൾ പലപ്പോഴും അഹങ്കാരമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. സ്റ്റേജ് ഷോയിലെ അനുഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിലെ ഗാനമേളയ്ക്കിടെ തന്റെ പാട്ടിന് തടസ്സപ്പെടുത്തിയ ആളോട് നല്ല പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയോ കേൾക്കൂ എന്ന് പറഞ്ഞതും വലിയ ചർച്ചയായിരുന്നു. ഇതിനെ ആരാധകർ മാസ് മറുപടി എന്ന് വിളിക്കുമ്പോൾ നാട്ടുകാരിൽ ഒരു വിഭാഗം ഇത് പ്രശസ്തി തലയ്ക്ക് പിടിച്ചതിന്റെ ലക്ഷണമായിട്ട് കാണുന്നു. ഇവിടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പണം വാങ്ങുന്നത് തെറ്റല്ല, പക്ഷെ അത് സ്നേഹിക്കുന്ന മനുഷ്യരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് എന്നാണ് നാട്ടുകാരുടെ പൊതുവായിട്ടുള്ള വികാരം. ശാന്തിവിള ദിനേശ് പറഞ്ഞതുപോലെ തന്നെ ആ 1,00,000 രൂപയെങ്കിലും മടക്കി നൽകി ഒരു മാതൃകയാകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ടത് ഒരു ഗായകന്റെ ജീവിതത്തിലെ വെളിച്ചവും നിഴലുമാണ്. എം.ജി. ശ്രീകുമാർ എന്ന ഗായകൻ പാടിത്തീർത്ത പാട്ടുകൾക്ക് പകരം വെക്കാൻ മലയാളത്തിൽ മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഒരു വലിയ കലാകാരൻ ജനഹൃദയങ്ങളിൽ എന്നേക്കുമായിട്ട് ജീവിക്കുന്നത് അയാളുടെ പാട്ടുകൾ കൊണ്ട് മാത്രമല്ല, അയാളുടെ നിലപാടുകൾ കൂടി കൊണ്ടാണ്. പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനം കൊണ്ട് ഈ നിലയിൽ എത്തിയ ഒരാൾക്ക് തന്റെ അധ്വാനത്തിന് അർഹമായിട്ടുള്ള പ്രതിഫലം ചോദിക്കാൻ എല്ലാ അവകാശവും ഉണ്ട്. എന്നാൽ ആ പണത്തിന് മുകളിൽ ഒരു കലാകാരൻ പുലർത്തേണ്ട ചില ധർമ്മങ്ങളുണ്ട്. ആ വാക്കിന്റെ വിലയാണ് ഒരു മനുഷ്യനെ വലിയവനാക്കുന്നത്. ശാന്തിവിള ദിനേശ് ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെങ്കിൽ അത് ആ ഗായകനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ തിരുത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം ആരാധകർക്ക് അദ്ദേഹം വെറും ഒരു പെയ്ഡ് ആർട്ടിസ്റ്റ് അല്ല, അവരുടെ വൈകാരിക നിമിഷങ്ങളിലെ കൂട്ടുകാരനാണ്. ഇവിടെ നാം കാണുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ മാറ്റത്തെ തന്നെയാണ്. ഇന്ന് ആളുകൾക്ക് ആരെയും കണ്ണുമടിച്ച് ആരാധിക്കുന്ന ഒരു ശീലമൊന്നുമില്ല. സോഷ്യൽ മീഡിയ കാലത്ത് അതായത് എത്ര വലിയ കൊമ്പത്തെ ആളായാലും അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അയാൾ ചോദ്യം ചെയ്യപ്പെടും. പള്ളിയിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞ ആ ഒരു സങ്കടം ഒരു സംവിധായകൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അത് കേവലം ഒരു വ്യക്തിഹത്യയല്ല, മറിച്ച് പ്രശസ്തിയുടെ ഹുങ്ങിന് മുകളിൽ സാധാരണക്കാരന് ഉയർത്തുന്ന ഒരു ശബ്ദമാണ്. കലയും കച്ചവടവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തതാണ്. ഒരു കലാകാരൻ തന്റെ കലയെ വിൽക്കുമ്പോൾ അതിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം കൂടി കലർത്തണം. എം.ജി. ശ്രീകുമാറിനെ പോലെയുള്ള വലിയ വ്യക്തിത്വത്തിന് ആ ഒരു അഡ്വാൻസ് തുക മടക്കി നൽകാൻ ഒരു പ്രയാസവുമില്ല. അത് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പാട്ടുകളെക്കാൾ വലിയൊരു സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക. അതായത് പ്രശസ്തിയേക്കാൾ വലുത് വിശ്വാസ്യതയാണ് എന്നുള്ള ആ വലിയ പാഠം. എന്തായാലും വിവാദങ്ങൾ വരും പോകും, പക്ഷേ മനുഷ്യബന്ധങ്ങൾ അങ്ങനെയല്ലല്ലോ. എം.ജി. ശ്രീകുമാർ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നും തന്നെ സ്നേഹിക്കുന്ന മലയാളികളെ നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ആ ശബ്ദം ഇനിയും നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടതാണ്, ഒട്ടും കലർപ്പില്ലാത്ത ഒരു സ്നേഹമായി തന്നെ.
അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? എം ജി ശ്രീകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഒരു കലാകാരൻ തന്റെ പ്രതിഫല കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന പക്ഷക്കാരനാണോ നിങ്ങൾ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.